എന്തായാലും മുജി ബിരിയാണി ഹായ്. അപ്പൊ ഇന്ന് നമ്മൾ എവിടേക്കാ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കൊല്ലങ്കോടുന്ന് നമ്മളൊരു 30 കിലോമീറ്റർ താണ്ടി ഒരു ബിരിയാണി കഴിക്കാൻ പോവാണ്. അപ്പൊ ഇന്ന് നമ്മള് സഡൻ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് ബിരിയാണി കഴിക്കാൻ. കൊഴിഞ്ഞാമ്പാറയില് മുജീബ് ബിരിയാണി കഴിക്കാൻ. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ദൂരെയാണ്. എന്തായാലും പോയി നോക്കാം. ഞാൻ കഴിച്ചിട്ടില്ല, ഇവരെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ നല്ല മഴക്കാറുണ്ട്, നല്ല മഴയുള്ള സമയമാണ്. നമ്മളിത് പോണത് ശരിക്കും പറഞ്ഞ ബോർഡറാണ്, തമിഴ്നാട് ബോർഡറിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് സിനിമ പ്ലാൻസ് ഒക്കെ ഉണ്ട്. അപ്പോ നോക്കാം എങ്ങനെയുണ്ട് എല്ലാം ഇന്നത്തെ ദിവസം. സിനിമയ്ക്ക് പോകാനുള്ള ഒരു സമയം കിട്ടുമോന്ന് അറിയില്ല. സിനിമയും സഡൻ പ്ലാൻ ആയിരുന്നു. ആക്ച്വലി പ്ലാനിലേ ഉണ്ടായിരുന്നില്ല. മുജി ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ അടുത്തത് എന്താ DC സിനിമ കാണാം. അത് ഇന്നലെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇന്നലെ തുടക്കം കണ്ടു. അപ്പം വിനയ് കുറച്ച് ഇങ്ങനെ വയലൻസിന്റെ ആളാണ്. അപ്പൊ വിനയ്ക്ക് DC സിനിമ കാണണം എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും മുജി ബിരിയാണി. സോറി ഗൈസ്, വിനയന്റെ ആക്ടിങ് സ്കില്ലിനെ ഞാൻ കുറച്ച് താഴ്ന്ന ലെവലിൽ കണ്ടു. ആക്ച്വലി വിനയ് അത് ആക്ട് ചെയ്താണ് അത്രേ. നമുക്ക് ബിരിയാണിയും കഴിക്കണം, സിനിമയും കാണണം. എങ്ങനെ നടക്കുന്നറിയില്ല. ചിലപ്പോ എല്ലാം ഒരു ഓട്ടത്തിലായിരിക്കും. ചിലപ്പോ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ മിസ്സായി പോയിട്ടുണ്ടാവും, അറിയില്ല. നോക്കാം. നമ്മൾ കൊഴിഞ്ഞാമ്പാറ എത്തി ഗൈസ്. പൊള്ളാച്ചി റോഡിലാണ് ഈ ബിരിയാണി കട വരുന്നത്. ഭയങ്കര ചെറിയ കടയാണ്, സീറ്റിംഗ് ഒന്നുമില്ല. നല്ല ബിരിയാണിയാണെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. കഴിച്ചു നോക്കാം. ചിക്കൻ ബിരിയാണി എടുക്കുന്നുണ്ട്. നമ്മൾ മൊത്തം 3 പേരും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞത് 2 ബിരിയാണിയാണ്. കഴിച്ച എക്സ്പീരിയൻസ് ഉള്ളവർ പറഞ്ഞത് ഇതിൽ ഭയങ്കര ക്വാണ്ടിറ്റി ആണെന്നാണ്. ചിക്കൻ്റെ പീസ് മതിയാവോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താണെന്നുണ്ടെങ്കിലും 2 ബിരിയാണിയല്ലേ വാങ്ങുന്നുള്ളൂ. നമ്മൾ പോയ നേരത്ത് അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ ബിരിയാണിയൊക്കെ പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താ പറയണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ കട. വലിയ ആംബിയൻസ് ഒന്നുമില്ല, സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒന്നുമില്ല. നമുക്ക് കാണുമ്പോൾ കുറച്ച് റോഡ് സൈഡൊക്കെ ഉള്ളൊരു കട പോലെ ഉണ്ടാവും. പക്ഷെ എടുത്തു പറയണല്ലോ, അടിപൊളി ബിരിയാണി. നമ്മുടെ ഫ്രണ്ട് പറഞ്ഞത് അവിടെ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ഉണ്ടാവുന്നതാണ്. പക്ഷെ നമ്മൾ പോയ സമയത്ത് ആകെ ചിക്കൻ ബിരിയാണി മാത്രമേ ഉണ്ടായുള്ളൂ. നമ്മുടെ ബിരിയാണി വന്നു. അപ്പൊ അല്ല, അയാൾ എന്നോട് ചോദിക്കുക യൂട്യൂബ് ചാനലാണോ ഇതൊക്കെ കണ്ടപ്പോഴേ. അപ്പൊ ഞാൻ പറഞ്ഞ അല്ലാന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഇൻസ്റ്റാഗ്രാം ചെറിയ പേജാണ് പറഞ്ഞേ. അപ്പൊ അയാൾ പറയണേ അടുത്ത പ്രാവശ്യം വാ, നമുക്ക് അവിടെ ഡൈനിങ് ഒക്കെ സെറ്റ് ആവുന്നുണ്ട്, പിന്നെ നിങ്ങൾ വരുന്ന എടുക്കുന്നൊക്കെ. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അതേപോലെയൊക്കെ വാങ്ങുന്നു. നല്ലയ്യ ഗായ്സ്, പിന്നെയും ഓണാക്കാതെ പിന്നെയും സംസാരിക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ഒക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ടാണ് ക്യാമറ ഓണാക്കണത്. ഞാനാ ഓർമ്മപ്പെടുത്തുന്നത്. ശരി. അപ്പൊ നമ്മുടെ ബിരിയാണി കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്കിത് അവിടെ സീറ്റിംഗ് ഒന്നുമില്ല. നമ്മള് എവിടെയാ വെച്ചാ പോയി കഴിക്കണം. എവിടെ കഴിക്കാൻ പോണെന്ന് ഇപ്പോഴും ഡിസൈഡ് ചെയ്തിട്ടില്ല. പിന്നെ തിയേറ്ററിലേക്ക് പോണ വഴിയില് അല്ലെങ്കിൽ തിയേറ്ററിന്റെ അവിടെയോ എന്താ അവസ്ഥ അതും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാ പോണേ. അപ്പം അവിടെ പോയി കഴിക്കാം. തിയേറ്ററിന്റെ ബോർഡ് ഇത് ടിപ്പിക്കൽ തമിഴ്നാട് ബിരിയാണിയാണ്. അതിൽ പീസൊക്കെ ഇട്ടിട്ടുള്ള റൈസാണ്. എനിക്കും കൂടുതൽ ഇഷ്ടം അങ്ങനെയാണ്. നമ്മൾ ഈ ബിരിയാണി വെക്കുമ്പം ചിക്കൻ ഫ്രൈഡ് ചിക്കൻ അല്ലാതെ പീസ് ഇട്ട് വെച്ചതിൽ ഒരു വേറൊരു ഫ്ലേവറാണ്. റൈസ് മാത്രം കഴിക്കുമ്പോൾ തന്നെ നല്ല ഫ്ലേവറാണ്. നന്നായിട്ടുണ്ട് കേട്ടോ. വിശക്കുന്നത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നന്നായിട്ട്. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. എല്ലാവരും വന്നിട്ട് കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. സംഭവം എന്തായാലും കൊള്ളാം. നല്ല കിഡു ബിരിയാണി. എനിക്ക് പാലക്കാടിലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ബിരിയാണിയാണ് കമാൽ ബിരിയാണി, പുതുനഗരത്തുള്ളത്. NMR-നെക്കാളും ഇഷ്ടം എനിക്ക് ആ ബിരിയാണി. അപ്പൊ അതുപോലെ തന്നെ സൂപ്പർ ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് മുജി ബിരിയാണി. ഒരു 150 റുപ്പീസിന് ഒരു ചിക്കൻ ബിരിയാണിയിൽ ചെറിയ മറ്റേ നോർമൽ പീസും അല്ലാതെ 2 ഫ്രൈഡ് പീസും. ഞങ്ങൾ 3 പേരും കഴിച്ചത് കുറച്ച് റൈസ് ബാക്കിയില്ലായിരുന്നു. റൈസ് ഭയങ്കര കൂടുതലായിരുന്നു. നിങ്ങളും കൊഴിഞ്ഞാമ്പാറ ഭാഗത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ മുജി ബിരിയാണി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റെക്കമെൻഡ് ചെയ്യണം. ഞങ്ങളില്ലേ എങ്ങനെയൊക്കെയോ ഒരു യുദ്ധം കഴിയുന്ന പോലെ കുറേ ബിരിയാണിയൊക്കെ കയറ്റി.
ഇനി അടുത്തതാണ് നമ്മുടെ സ്ഥലം, തിയേറ്റർ. അങ്ങനെ നമ്മൾ തിയേറ്ററിലേക്ക് എത്തി. നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഞാൻ ഉറങ്ങിപ്പോകും ചിലപ്പോൾ. ഹായ്, അങ്ങനെ ഞങ്ങള് പടം കണ്ട് ഇറങ്ങി. ചെറിയൊരു മഴയുണ്ട്. പിന്നെ പറയൂ പടത്തിന്റെ അഭിപ്രായം. നല്ല സൂപ്പർ പടം, കാണേണ്ട പടമാണ്. ആക്ച്വലി ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. നല്ല നല്ല അഭിനയം. ലോകേഷ് കനകരാജ് ഒക്കെ വേറെ ലെവൽ അഭിനയം. നല്ല മൂവിയായിരുന്നു. ഫൈറ്റും വയലൻസും ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു സിനിമയായിരുന്നു. മ്യൂസിക് അത് ഓൾറെഡി ഹിറ്റ് ആയതാണ് അനിരുദ്ധിന്റെ. നമുക്ക് ആ തിയേറ്ററിൽ ഇരിക്കുമ്പോ ആ ഒരു ഗൂസ് ബം മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സൂപ്പർ, നന്നായി ഉണ്ടായിരുന്നു. മ്യൂസിക് പടം എങ്ങനെ കൊണ്ടുപോകുന്നുള്ളത് അതിൽ ഈ പടത്തിൽ പ്രത്യേകിച്ച് എടുത്തറിയാൻ പറ്റും. ആ നല്ലൊരു രീതിയിലാണ് പടം മൊത്തം തുടക്കം തൊട്ട് എൻഡ് വരെ. നല്ല നമുക്ക് കഴിഞ്ഞിറങ്ങുമ്പോൾ നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതെ അതെ, എനിക്ക് പിന്നെയും സെക്കൻഡ് ഹാഫ് ആണ് കുറച്ചും കൂടെ ഒരു എക്സൈറ്റ്മെന്റോടെ ഞാൻ ഇരുന്നു എന്താണ് അടുത്തത് എന്ന്. സാധാരണ എനിക്ക് ഇങ്ങനത്തെ ചില സിനിമകളൊക്കെ വരുമ്പോ ഒരു ഉറക്കമൊക്കെ തോന്നും. ഒരു ഫസ്റ്റ് ഹാഫ് ചെറിയൊരു ലാഗ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് പൊളിക്കുന്ന വഴി കൂടെയുള്ള പ്രകൃതി ഭംഗി ഞങ്ങളൊന്ന് ഒപ്പിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചിറ്റൂർ കോളേജിന്റെ ഓപ്പോസിറ്റുള്ള ഗോകുലം ബാഗ്സിൽ ഒന്ന് ചവിട്ടി. മൂവി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അനിരുദ്ധിന്റെ ഈ സിനിമയിലുള്ള BGM തന്നെയായിരുന്നു മൈൻഡിലും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ അറിയുന്ന ആരെയോ കണ്ട് കൈ കാണിച്ചതാണ്. അല്ല, ഞാൻ വിനയനെ കണ്ട് എഗെയിൻ കൈ കാണിച്ചതാണ്. ഇവിടുത്തെ ഈ കേക്ക്, ഇതിന് ബ്രൗണി എന്നാ പറയണേ, പക്ഷെ ഇത് ബ്രൗണി അല്ല. പക്ഷെ അവര് ബ്രൗണി എന്നാ പറയണേ, പക്ഷെ നല്ല കേക്ക്. എന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഇത്. വിനയ് ഇതിനു മുന്നേ ഈ കേക്ക് കഴിച്ചിട്ടുണ്ട്. പക്ഷെ വിനയ് ഇന്ന് കഴിച്ചപ്പോഴാണ് വിനയ്ക്ക് തോന്നിയത് ഈ കേക്ക് കുഴപ്പമില്ലല്ലോ. പിന്നെ ഒരു ചായയും ഒരു ഷവർമ പ്ലേറ്റും വാങ്ങി ഞങ്ങൾ 3 പേരും ഷെയർ ചെയ്തു. ഷവർമയും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ വിനയ്ക്ക് ഒന്നും കൂടെ ഒരു ബ്രൗണി വേണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊരു ബ്രൗണിയും കൂടി വാങ്ങി. എനിക്ക് വല്ല ഫുഡ് കിട്ടിയ എന്താണെന്നറിയില്ല, ഒരു വല്ലാത്തൊരു സന്തോഷം, ഒരു പ്രസന്നത എല്ലാം ഉണ്ടാവും. അപ്പൊ ഏകദേശം സൺഡേ പ്ലാൻ ഇതോടുകൂടി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ എപ്പോഴും മൺഡേ ടു ഫ്രൈഡേ വരെ പണിയെടുത്ത് ആ സാറ്റർഡേ സൺഡേ എൻജോയ് ചെയ്യാന്നുള്ളൊരു മൂഡിലായിരിക്കും എപ്പോഴും ഉണ്ടാവുക. എന്നാൽ ഈ മയിലിന് എത്ര ധൈര്യം ഉണ്ടാവും ഈ പട്ടികളുടെ ഇടയിൽ വരാൻ. പാവ മയിൽ ഓടിപ്പോയി. അപ്പൊ ബൈ. വീഡിയോസ് ഒക്കെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.